യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ അറബ് ലോകത്തും മുസ്ലിം രാജ്യങ്ങളിലുമായി തന്നെ വലിയ പ്രതിഷേധം ശക്തമാകുന്നു. ഇപ്പോൾ ഇസ്രായേൽ മന്ത്രിക്കെതിരെ UAE ഉൾപ്പെടെ 8 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ സംയുക്തമായി കടുത്ത പ്രതിഷേധ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ, തുർക്കി, ഈജിപ്ത്, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ തന്നെ ഇസ്രായേൽ നടപടികളെ ശക്തമായി തന്നെ അപലപിച്ചിരിക്കുന്നത്. ഗാസയിലേക്ക് തിരികെ പോകാനിരിക്കുന്ന ഫ്ലോട്ടിലെ തടവുകാരോട്, അതായത് അവിടുത്തെ തടവുകാരോട് മന്ത്രിയാകട്ടെ ശക്തമായ നടപടികൾ, അത് മനുഷ്യത്വരഹിതവും അപകീർത്തികരവുമായ പ്രസ്താവന അവിടെ നടത്തിയതായാണ് പറയപ്പെടുന്നത്. തടവുകാരെ പരസ്യമായി തന്നെ അപമാനിക്കാൻ ബോധപൂർവം ശ്രമിച്ചതായി ആരോപിച്ച മന്ത്രിമാർ ഇത് രാജ്യാന്തര മാനുഷിക നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് എന്നതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അധിനിവേശം തുടരുന്ന പാലസ്തീൻ പ്രവിശ്യകളിൽ തന്നെ പാലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ നടത്തുന്ന പ്രകോപനകരവും നിയമവിരുദ്ധവുമായ നടപടികളെയും പ്രസ്താവനയിൽ ശക്തമായി തന്നെ വിമർശനം ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു മന്ത്രിയുടെയും മറ്റ് ഇസ്രായേൽ നേതാക്കളുടെയും പ്രസ്താവനകളും നടപടികളും മേഖലയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമായിരിക്കാനുള്ള ഇടയായി തന്നെയാണ് അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തരം നടപടികളിൽ വിദ്വേഷവും ആക്രമണവുമാണ് വർദ്ധിപ്പിക്കുന്നതെന്നും ദീർഘകാല സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും ഇത് വലിയ തിരിച്ചടിയാകുമെന്നും വിദേശകാര്യ മന്ത്രിമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിന് 2 രാഷ്ട്രീയ പരിഹാരം മാത്രമാണ് സ്ഥിരമായ സമാധാനത്തിനുള്ള മാർഗമെന്നും അതിനായുള്ള രാജ്യാന്തര ശ്രമങ്ങളെ തകർക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ നടപടിയെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം ഈ സംയുക്ത പ്രതിഷേധത്തോട് ഇസ്രായേൽ ഭരണകൂടം ഇതുവരെയും ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല. ഗാസ യുദ്ധം തുടരുന്നതിനിടെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരായ വിമർശനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് 8 രാജ്യങ്ങൾ ഒരുമിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. മധ്യപൂർവേഷ്യയിലെ നയതന്ത്ര ബന്ധങ്ങളിലും ഭാവി സമാധാന ചർച്ചയിലും ഈ സംയുക്ത നിലപാട് വലിയ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് വിലയിരുത്തൽ. അതേപോലെ തന്നെ ബെൻഗുവറിൽ ആവർത്തിച്ചുള്ള പ്രകോപനങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വിവിധ രാജ്യങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരം പ്രകോപനകരമായ പെരുമാറ്റങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പു തരും എന്നതാണ്. അതുപോലെ തന്നെ അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിൽ രാജ്യാന്തര നിയമങ്ങൾ പൂർണ്ണമായും തന്നെ പാലിക്കണമെന്നും തടവുകാരോട് അവിടെ മാനുഷികമായ പരിഗണന കാണിക്കണമെന്നും മനുഷ്യാവകാശ സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയണമെന്നതാണ് 8 രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിലൂടെ അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.